guys, welcome to Sammy's Classroom. But നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസിലെ കുറച്ച് ഐഡിയാസും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണെന്ന് വെച്ചാൽ പേജ് നമ്പർ 42-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് ആ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ് കേട്ടോ. ഒരു സർക്കിൾ അവിടെ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഡയമീറ്റർ AB. അപ്പോൾ ഈ സർക്കിളാണ്, വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഇനി ഈ സർക്കിളിന്റെ സെന്റർ ആണ്, അതായത് അതിന്റെ ഡയമീറ്ററിന്റെ ഇതാണ് O എന്ന് പറയുന്നത്. സോ OA എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. വലിയൊരു സർക്കിൾ ഉണ്ട്, അതിന്റെ ഡയമീറ്റർ AB, അതിന്റെ സെന്റർ O, അതിന്റെ റേഡിയസ് OA. ഇനി ഈ OA എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു ചെറിയ സർക്കിൾ വരച്ചു. മനസ്സിലായോ? വലിയ സർക്കിളിന്റെ റേഡിയസ് ആയ OA ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു ചെറിയ സർക്കിൾ വരച്ചു. ഇനി ഈ രണ്ട് സർക്കിളും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് A എന്ന് പറയുന്നത്. ഇനി എയിൽ നിന്നും വലിയ സർക്കിളിലേക്ക് വരക്കുന്ന ഒരു കോഡാണ് C. ഇനി ഈ സർക്കിളും ഇതിൽ നിന്നും ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് D. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് എന്താണ്? AD ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ രണ്ട് മെഷർമെന്റും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? സോ വലിയൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ ഡയാമീറ്റർ AB, അതിന്റെ സെന്റർ O, അതിന്റെ റേഡിയസ് OA. അപ്പൊ ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ആയ OA ഡയാമീറ്റർ ആക്കിക്കൊണ്ട് ഒരു ചെറിയ സർക്കിൾ വരച്ചു. ഈ രണ്ട് സർക്കിളും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് A. ഈ എയിൽ നിന്നും വലിയ സർക്കിളിലേക്ക് വരച്ച കോഡാണ് AC. അപ്പം ഈ AC എന്ന് പറഞ്ഞ കോഡിനെ ഈ ചെറിയ സർക്കിൾ ബൈസെക്ട് ചെയ്ത് പോകുന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ അത് പാസ് ചെയ്ത് പോകുന്ന ആ പോയിന്റ് ആണ് D എന്ന് പറയുന്നത്. നമുക്ക് പ്രൂവ് ദാറ്റ് AD ഈസ് ഈക്വൽ ടു CD. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ആദ്യം എടുത്തത്. പ്രൂവ് ദാറ്റ് AD ഈസ് ഈക്വൽ ടു CD. ഇനി ഇത് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻ തമ്മിൽ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യണം. അപ്പം ആ ജോയിൻ ചെയ്ത കാര്യം നമ്മൾ അങ്ങനെ എഴുതാം. ജോയിൻ OD ആൻഡ് BC. BC എന്ന് പറഞ്ഞ ആ ലൈനും OD എന്ന് പറഞ്ഞ ആ ലൈനും നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി അല്ലേ? ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ ABC. ഒരു വലിയൊരു ട്രയാങ്കിളും കിട്ടി, ഒരു ചെറിയ ട്രയാങ്കിളും കിട്ടി. ഏതൊക്കെ ട്രയാങ്കിൾ നമുക്ക് കിട്ടിയത്? ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ ABC. മനസ്സിലായാലും? ഇത്രയും മനസ്സിലായാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ADയും CD ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ODയും BCയും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്തപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കിട്ടി, ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ ABC. ഇനി ഈ ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾസിനെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് OA അല്ലെ? OA. ഈ OAയുടെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് ഏതൊക്കെയാണ്? Aയും Oയും. ഈ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ചെറിയ സർക്കിളിലേക്ക് വരച്ച ആംഗിൾ ആണ് ട്രയാങ്കിൾ ADO. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഈ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്. ഈ എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരച്ച ആംഗിൾ ആണ് ആംഗിൾ ADO. അപ്പം ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ AO എന്ന ചെറിയ ഡയാമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരച്ച ആംഗിളാണ് ആംഗിൾ ADO. ഇനി വലിയ സർക്കിളിന്റെ കാര്യം നോക്കാം. ഈ വലിയ സർക്കിളിന്റെ ഡയാമീറ്റർ ആയ ABയുടെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരച്ച ആംഗിൾ ആണ് ആംഗിൾ ACB. ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരക്കുന്ന രണ്ട് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതായത് ആ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. സോ നമുക്ക് എഴുതാം ആംഗിൾ ADO ഈക്വൽ ടു ആംഗിൾ ACB. ഇത് എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി വരാനുള്ള കാരണം എന്താണ്? ആംഗിൾ ഇൻ സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ്. ഡയമീറ്റേഴ്സിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ADO ആൻഡ് ആംഗിൾ ACB. 90 ഡിഗ്രി ആണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിളിനകത്തുള്ള ഒരു കോമൺ ആംഗിൾ ആണ് ആംഗിൾ A. അല്ലേ?
ADOയ്ക്കകത്തും A ഉണ്ട്, ACBക്കകത്തും A ഉണ്ട്. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് ഒരു കോമൺ ആംഗിളാണ്. സോ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A. കാരണം എന്താണ്, ഇതൊരു കോമൺ ആംഗിളാണ്. ഇനി സോ ആംഗിൾ എക്ക് ഈക്വൽ ആയി, ആംഗിൾ ADO ആംഗിൾ ACBക്കും ഈക്വൽ ആയി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയി അല്ലെ. സിൻസ് 2 angles of these 2 triangles are equal. ഈ രണ്ട് ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ ABCയിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. നമുക്ക് എഴുതാം സിൻസ് 2 angles of these 2 triangles are equal. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയ സ്ഥിതിക്ക് മൂന്നാമത്തെ ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണ്. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്നൊക്കെ പറഞ്ഞ 8th ചാപ്റ്ററിൽ പഠിച്ച തിയറമാണ്. രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓൾറെഡി ഈക്വൽ ആവും. സോ സിൻസ് 2 angles of these 2 triangles are equal, then the third angle is also equal. അങ്ങനെയാണെങ്കിലും മൂന്നാമത്തെ ആംഗിൾ ഓൾറെഡി ഈക്വൽ ആവും. തേർഡ് ആംഗിൾ ഈസ് ഓൾസോ ഈക്വൽ. ഇനി ഏതാണ് ആ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത്? ആംഗിൾ AOD ആൻഡ് ആംഗിൾ ABC. ഇറ്റ് ഈസ് ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ ABC. ഇത് രണ്ടും ഈക്വൽ ആയി വരാനുള്ള കാരണമാണ് നമ്മൾ മുകളിൽ എഴുതിയത്. These 2 angles of these 2 triangles are equal when the third angle is also equal. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ രണ്ട് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും 3 ആംഗിൾസും ഈക്വൽ ആയി. ഇനി 3 ആംഗിൾസും ഈക്വൽ ആയ ട്രയാങ്കിൾസിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? They are known as the similar triangles. നമുക്ക് ആ കാര്യം എഴുതാം. Since 3 angles of these 2 triangles are equal, ഈ രണ്ട് ട്രയാങ്കിളിലെ 3 ആംഗിൾ ഈക്വൽ ആയ സ്ഥിതിക്ക് സിൻസ് 3 angles of these 2 triangles are equal, ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ ABC ആർ സിമിലർ. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. കാരണം നമ്മൾ ആംഗിൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ പഠിച്ച് 3 ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആവും നമ്മൾ പറഞ്ഞതാണ്. Since 3 angles of these 2 triangles are equal, triangle AOD, triangle ABC are similar. ഇനി സിമിലർ ട്രയാങ്കിൾസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അവരുടെ സൈസ് അല്ല, അവരുടെ സൈഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ കാര്യം എഴുതാം. സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിന്റെ വശങ്ങൾ അനുപാതികമാണ്. അതായത് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുവാണെങ്കിൽ അവരുടെ സൈഡിന്റെ റേഷ്യോ, ഈക്വാളിറ്റി ഓഫ് റേഷ്യോസ് ആണ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് അല്ലേ. അവരുടെ സൈഡിന്റെ റേഷ്യോ ഈക്വൽ ആണ്. അപ്പൊ അവരുടെ സൈഡ് ഏതൊക്കെയാണ്? ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ ABCയുടെയും സൈഡ് പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പറഞ്ഞു. അവരുടെ റേഷ്യോ ഈക്വൽ ആണ്. അതായത് ഏതൊക്കെ സൈഡാണ്? ട്രയാങ്കിൾ AODയുടെ സൈഡാണ് AO, ട്രയാങ്കിൾ ABCയുടെ സൈഡാണ് AB. സോ AO ഈസ് ടു AB എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ട്രയാങ്കിൾ AODയുടെ സൈഡായ AOയും ട്രയാങ്കിൾ ABCയുടെ സൈഡായ AB, അത് നമ്മൾ റേഷ്യോ ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ, പ്രൊപ്പോർഷണൽ ആണല്ലോ. സോ വേറെ സൈഡ് ഏതാണ്? AD ഈസ് ടു AC, ഈക്വൽ ടു AD ഈസ് ടു AC. കാരണം അവരുടെ സൈഡ്സ് പ്രൊപ്പോർഷൻ ആണ്, അതായത് അവരുടെ സൈഡ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ AO ഈസ് ടു AB ഈക്വൽ ടു AD ഈസ് ടു AC. ഇനി എന്താണ് ഈ AO AB തമ്മിലുള്ള റേഷ്യോ? വലിയ സർക്കിളിനെ നമ്മൾ നോക്കാം കേട്ടോ. ആ വലിയ സർക്കിളിനെ വെച്ച് നോക്കുവാണെങ്കിൽ AO AB തമ്മിലുള്ള റേഷ്യോ ഏതാണ്? 1:2 റേഷ്യോ അല്ലേ. കാരണം എന്താണ്? ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് AO, ഇത് R ആണ്, റേഡിയസ് ആണ്. വലിയ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് AB, ഇത് ഡയാമീറ്റർ ആണ്. റേഡിയസും ഡയാമീറ്ററും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 1:2 അല്ലേ. കാരണം റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ, ഡയാമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അപ്പം ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ആരാണ്? റേഡിയസ് ആരാണ്? AO. അപ്പം AO ഈസ് ടു ഡയാമീറ്റർ ആരാണ്? AB. അപ്പം റേഡിയസ് ഈസ് ടു ഡയാമീറ്റർ എന്ന് പറയുന്നത് തന്നെയല്ലേ AO ഈസ് ടു AB എന്ന് പറയുന്നത്.
അതിന്റെ റേഷ്യോ 1:2 അല്ലേ, കാരണം റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ, ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. സോ AO ഈസ് ടു AB എന്ന് പറയുന്നത് 1:2 ആണ്. അതിന്റെ റീസൺ ഇവിടെ സൈഡ് ഇങ്ങനെ എഴുതിയിട്ടാൽ മതി. അപ്പൊ ഇതെന്ന് പറയുന്നത് AO ഈസ് ടു AB എന്ന് പറയുന്നത് എത്രയാണ്? 1:2 റേഷ്യോയിലാണ്. അപ്പൊ AO ഈസ് ടു ABയുടെ റേഷ്യോ ആണ് 1:2. അതായത് AD ഈസ് ടു ACയുടെ റേഷ്യോ അല്ല 1:2. അതായത് AD ഈസ് ടു ACയുടെ റേഷ്യോ 1:2 ആണെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അതായത് ACയുടെ പകുതിയാണ് AD, അല്ലെങ്കിൽ ADയുടെ ഇരട്ടിയാണ് AC. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ പറഞ്ഞു റേഡിയസ് ഈസ് ടു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1:2 ആണെങ്കിൽ അർത്ഥം എന്താണ്? ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, അല്ലെങ്കിൽ റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. അതുപോലെ AD ഈസ് ടു AC എന്ന് പറഞ്ഞാൽ 1:2 ആണെന്ന് വെച്ചാൽ എന്താണ്? ACയുടെ പകുതിയാണ് AD, അല്ലെങ്കിൽ ADയുടെ ഇരട്ടിയാണ് AC. നമുക്ക് എഴുതാം AD ഈസ് ഈക്വൽ ടു ഹാഫ് AC. ACയുടെ പകുതിയാണ് AD. അതായത് ACയുടെ പകുതിയാണ് AD. AC എന്ന് പറഞ്ഞാൽ വലിയ ലൈനിന്റെ പകുതിയാണ് ഈ AD എന്ന് പറഞ്ഞ ലൈൻ. അതിന്റെ അർത്ഥം എന്തുവാണ്? ഈ D എന്ന് പറഞ്ഞ പോയിന്റ് ACയുടെ മിഡ് പോയിന്റ് ആണെന്നല്ലേ. അപ്പം ഒരു ലൈൻ ഉണ്ട്, ലൈനിന്റെ ഇപ്പൊ ഇതാണ് AC എന്ന് എടുക്കുക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് D. അപ്പം AD എന്ന് പറയുന്നത് ACയുടെ പകുതിയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഈ D എന്ന് പറയുന്ന ACയുടെ മിഡ് പോയിന്റ് ആണ്. അതിന്റെ രണ്ട് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്ത് പോകുന്ന പോയിന്റ് ആണെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് എഴുതാം D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് D is the midpoint of AC. ACയുടെ മിഡ് പോയിന്റ് ആണ് D എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? ADയുടെ പകുതി അല്ല, ACയുടെ പകുതിയാണ് AD. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ACയിൽ ഉണ്ടാകുന്ന മിഡ് പോയിന്റ് ആണ് D. ഇനി ACയുടെ മിഡ് പോയിന്റ് ആണ് D എന്ന് പറയുമ്പോൾ എന്തുവാ? ഇതിന്റെ മിഡ് പോയിന്റ് ആണ് D എന്ന് പറഞ്ഞാൽ ഈ സൈഡും ഈക്വൽ അല്ലേ. Therefore AD is equal to CD. AD is equal to CD. ഇതല്ലേ നമ്മളിപ്പോ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് എന്തോ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് AD is equal to CD. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സർക്കിൾ അവിടെ ഉണ്ടായിരുന്നു. ആ വലിയ സർക്കിളിനെ ശ്രദ്ധിക്കുക കേട്ടോ. വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AB. ഈ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആയ ABയുടെ റേഡിയസ്, അതായത് AO. ഈ AO എന്ന് പറഞ്ഞ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ആ റേഡിയസിനെ ഡയമീറ്റർ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു സർക്കിൾ വരച്ചു. ഇനി ഈ രണ്ട് സർക്കിളും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് A. ആ Aയിൽ നിന്നും വരച്ചൊരു കോഡാണ് AC. ഇവിടെ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് D എന്ന് കൊടുത്തു. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ADയും CDയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ OD എന്ന് പറഞ്ഞ ലൈനും DC എന്ന് പറഞ്ഞ ലൈനും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ തന്നെ ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ ABC കിട്ടി. ഈ ട്രയാങ്കിൾ AODക്കകത്ത് ADOയും ACB ഈക്വൽ ആണ്. കാരണം ഡയാമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിൾ ADO എന്ന് പറയുന്നതും എൻഡ് പോയിന്റ് ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരക്കുന്ന ആംഗിൾ ACB എന്ന് പറയുന്നതും ഈക്വൽ ആണ്. 90 ഡിഗ്രി ആണ്. കാരണം എന്താണ്? സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ബൈ ജോയിനിങ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയാമീറ്റർ. അത് നീട്ടി എഴുതണമെന്നില്ല, സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് എഴുതിയാൽ മതി. സോ അപ്പൊ ആ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആംഗിൾ A എന്ന് പറയുന്ന കോമൺ ആംഗിൾ ആണ് അല്ലേ. ആംഗിൾ ADOക്കും കോമൺ ആണ്, ആംഗിൾ ACBക്കും കോമൺ ആംഗിൾ ആണ് ആംഗിൾ A. അപ്പൊ ആംഗിൾ A എന്ന് പറയുന്നത് ഒരു കോമൺ ആംഗിൾ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലെ, അതായത് AODയിലും ABC എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾ ഇവിടെ ഈക്വൽ ആയി. അപ്പൊ സിൻസ് 2 angles of these 2 triangles are equal, രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾ ഈക്വൽ ആയ സ്ഥിതിക്ക് then the third angle is also equal. മൂന്നാമത്തെ ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണ്. ഈക്വൽ ആയ മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ AOD ആൻഡ് ആംഗിൾ ABC. therefore ആംഗിൾ AOD equal to ആംഗിൾ ABC. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ രണ്ട് ട്രയാങ്കിൾസിലെ 3 ആംഗിൾസും ഈക്വൽ ആയി. സിൻസ് 3 angles of these 2 triangles are equal, triangle AOD and triangle ABC are similar. അപ്പൊ ഈ 3 ആംഗിൾസ് ഈക്വൽ ആയ ട്രയാങ്കിൾസിനെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. സോ ഈ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ AOD. ഈ രണ്ട് ട്രയാങ്കിൾസിലെ 3 ആംഗിൾസ് ഈക്വൽ ആയ സ്ഥിതിക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിനെ നമുക്ക് എന്ത് പറയാം? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇനി സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ സൈഡ് എന്ന് പറയുന്ന പ്രപ്പോർഷൻ ആണ്. അതായത് അവരുടെ സൈഡ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്. ഇനി ഏതൊക്കെയാണ് സൈഡ്? AO ഈസ് ടു AB, അതായത് AOയും ABയും ADയും ACയും. സോ AO ഈസ് ടു AB ഈസ് ഈക്വൽ ടു AD ഈസ് ടു AC. ഈ AO ഈസ് ടു ABയുടെ റേഷ്യോ എന്താണ്? AO എന്ന് പറയുന്ന റേഡിയസ് ആണ്, AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. റേഡിയസും ഡയമീറ്ററും നമ്മളുടെ റേഷ്യോ 1:2 ആണ്. അതായത് റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ, ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. സോ AO ഈസ് ടു AB എന്ന് പറയുന്നത് 1:2. അതായത് AD ഈസ് ടു AC എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ACയുടെ പകുതിയാണ് AD, അല്ലെങ്കിൽ ADയുടെ ഇരട്ടിയാണ് AC. അപ്പൊ നമ്മൾ AD എന്ന് പറയുന്നത് ACയുടെ പകുതിയാണ്. AD ഈസ് ഈക്വൽ ടു ഹാഫ് AC.
എ സി എന്ന് പറയുന്ന ലൈനിന്റെ പകുതിയാണ് എ ഡി എന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന ആ വലിയ ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. Therefore, D is the midpoint of AC. AC-യുടെ മിഡ് പോയിന്റ് ഡി ആണെന്നുണ്ടെങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു സി ഡി. ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് പ്രൂവ് ചെയ്തത്. സോ ഈ കണക്ക് എല്ലാവരും എഴുതിയെടുക്കുക. അപ്പം ഞാൻ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം നിന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.